അപ്പോൾ ഇന്നൊരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തിൽ നിന്നാണ്. എങ്ങനെ കൃഷി ചെയ്യാം, ഇത് നമ്മളെ നാട്ടിലുണ്ടാവുമോ, ഈ ഫ്രൂട്ട്സൊക്കെ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്താൽ ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ് ഓരോ ആളുകൾക്ക്. അപ്പോൾ ഇത് നമ്മളെ മലപ്പുറം ജില്ലയിൽ വേങ്ങര അച്ഛനമ്പലത്ത് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കാലമാണ്. അപ്പോൾ ഇത് കൃഷി ചെയ്യേണ്ട രീതികൾ എന്ന് പറഞ്ഞാൽ എന്താകണം, ഒരു കോൺക്രീറ്റ് കാല് വെക്കുക. 2 മീറ്റർ ഉയരമുള്ള ഒരു കോൺക്രീറ്റ് കാല് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ 4 ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിക്കുക. 1 2 3 4 സൈഡിലും വെച്ചിട്ട് എന്നിട്ട് അതിങ്ങനെ വലുതാവുമ്പോൾ ഇതുപോലെ കയറെടുത്തിട്ടൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. മുകളിലെത്തുമ്പോൾ അവിടെ ഒരു ടയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ടയറിന് കൂടെ ഇങ്ങോട്ട് ചാടിക്കണം. അപ്പോൾ അതിങ്ങനെ ഒരു കുടമാരി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുള്ളൂ. കേട്ടോ, ടയർ വെച്ചിട്ടുള്ളത്. ഇത് ആഴ്ചയിൽ 2 വട്ടം നനച്ചു കൊടുക്കുക. ഡ്രാഗൺ ഫ്രൂട്ട്സിന് നനയ്ക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ചേരുപ്പുകളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉഷാറാവും. പിന്നെ നല്ല വെയിൽ തട്ടുന്ന ഏരിയ ആവണം. വെയിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല ഉഷാറായിട്ട് വരും. വെയിലാണ് മെയിൻ ഇതിന്. പിന്നെ നനവ് വേണം. അപ്പോൾ അതുപോലെ ഇങ്ങനെ നല്ല കുലച്ച് ചാടുള്ളൂ. നമ്മളെ അയൽവാസി ബഷീറാക്കാൻ്റെ തോട്ടമാണ്. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2ാമത് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സിനെ പറ്റി അറിയേണ്ടവരൊക്കെ ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടോളി. പിന്നെ ഇതിവൻ്റെ ഇപ്പം ഉണ്ടാക്കിയതാട്ടോ. ഇവനല്ല ഇതിൻ്റെ ആൾ, അവൻ്റെ ഫാദറാണ്. ഫാദർ ഇവിടെ ഇല്ല. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി അവനാണ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മുറിച്ചെന്നാലേ സൂപ്പർ അല്ലേ. കഴിച്ചു നോക്കിയാലേ ലഗോണ് അറിയതാ. ഇങ്ങനെ അടുത്ത് ഫുള്ളായിട്ട് പോയി കഴിച്ചു നോക്കി.